നമ്മളിപ്പോൾ NRI ക്ലയൻസിൻ്റെ പ്രോബ്ലത്തിനെ പറ്റി നമ്മൾ സംസാരിച്ചത്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സൊല്യൂഷൻ എങ്ങനെയാണ്? അതിന് ഏത് രീതിയിലാണ് അവരെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏതെല്ലാം ഘട്ടങ്ങളിൽ നമുക്ക് അവർക്കുള്ള അപ്ഡേറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്? ഇപ്പോൾ നമുക്ക് ഞാൻ ഒരു വീട് പണിയാണ്, ഞാൻ പുറത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം വന്നതെല്ലാം കണ്ടിട്ട് പോവുകയാണ്, പിന്നീട് ഇവിടെ എന്താ നടക്കുന്നത് എനിക്കറിയില്ല. അപ്പം എങ്ങനെ എനിക്കൊരു അപ്ഡേറ്റ്സ് കിട്ടും? എങ്ങനെയായിരിക്കും ആ കമ്മ്യൂണിക്കേഷൻ മാഡം ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു NRI വീട് പണിയാനായിട്ടാണ് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ അവരുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു, ഞങ്ങളുമായിട്ടൊരു ടൈമിലെത്തുന്നു. ഇതിന് ശേഷം ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ടൊരു കാര്യം ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, അവർ ഞങ്ങളെ ഇൻ പേഴ്സണൽ അറിഞ്ഞിരിക്കണം. കാരണം ഇവരാരെയാണ് വർക്ക് ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം അവരത് അറിയുന്നില്ല, ഫോൺ കോളിൽ അറിയുന്നു അല്ലെങ്കിൽ വീഡിയോ കോളിൽ അറിയുന്നു, അങ്ങനെയല്ല. അവർ ഞങ്ങളെ ഫിസിക്കലി ഒരു പ്രാവശ്യമെങ്കിലും മീറ്റ് ചെയ്തിരിക്കണം. ഞങ്ങളുടെ ഓഫീസിലെ എക്സ്പീരിയൻസ് സെൻറ്ററിൽ വന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്, നമ്മുടെ ക്വാളിറ്റി എന്താണ്, നമ്മുടെ സർവീസ് എന്താണ്, ഞങ്ങളെ ഇൻ പേഴ്സൺ അറിയണം. അതിനുശേഷം ഞങ്ങളുടെ എഞ്ചിനീയറായി അല്ലെങ്കിൽ മാനേജറായി അല്ലെങ്കിൽ ഞാനും ചില ക്ലയൻസിനെ കാണാറുണ്ട്. ചിലർക്ക് കണ്ട് പോകേണ്ട ചില പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാനും മീറ്റ് ചെയ്യും. കാരണം ഞാൻ അഥവാ മീറ്റ് ചെയ്തില്ല എങ്കിൽ തന്നെയും ഞാൻ ഇൻവോൾവ് ആണ്, എല്ലാ പ്രൊജക്റ്റിലും ഞാൻ ഇൻവോൾവ് ആണ്. അപ്പോൾ അവരുമായിട്ടൊരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇഷ്ടത്തോടെ നമ്മൾ ജെല്ലായി, മനസ്സിലായി. അപ്പോൾ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് ഞങ്ങൾ പിന്നെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വർക്കിൻ്റെ ഓരോ സ്റ്റേജിലും നമ്മൾ അവർക്ക് അപ്ഡേറ്റ് ചെയ്യും. ഇന്ന സ്റ്റേജാണ്. ഞങ്ങൾക്ക് 2 ഗ്രൂപ്പ് ഉണ്ടാവും. ഞങ്ങളുടെ എൻജിനീയറും ഞങ്ങളുടെ സൈറ്റ് സൂപ്പർവൈസറും ഞങ്ങളുടെ അക്കൗണ്ട്സ് ഡിസൈനേഴ്സും എല്ലായിട്ട് ഒരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ്. ഒന്ന് ക്ലയൻറ്റുമായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ഇതിൽ അവർക്കുള്ള എൻക്വയറീസ്, അവരുടെ ഡൗട്ട്സ്, അവർക്ക് വേണ്ട ഫോട്ടോസ് എല്ലാം നമ്മൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. എപ്പോഴും അവരുടെ സൈറ്റുമായിട്ട് നമ്മൾ ചേർത്ത് നിർത്തും. അവരും അതിൻ്റെ അകത്തുണ്ടോ. ചില സമയത്ത് ചില സ്റ്റേജിലൊക്കെ ഫോർ എക്സാമ്പിൾ ബ്രിക്ക് വർക്കിൻ്റെ എത്ര ഫോട്ടോസ് എടുത്തിട്ടാലും എവിടുത്തെ ബ്രിക്ക് വർക്കാണെന്ന് അവർക്കറിയില്ല. പക്ഷേ അവർക്ക് എന്താണ് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്, അങ്ങനെ ഞങ്ങൾ അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കും. പിന്നെ സൂം മീറ്റിംഗ് ആണെങ്കിൽ സൂം മീറ്റിംഗ് അവർക്ക് വൺസ് ഇൻ എ മന്തോ എന്താണ്, ചിലപ്പോൾ സ്റ്റേജ് വൈസ് ആയിരിക്കാം. നമ്മൾ സൂം മീറ്റിംഗ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് എഞ്ചിനീയറാണോ അല്ലെങ്കിൽ ഡിസൈനറാണോ അവരുമായിട്ട് വളരെ ഒരു ഫ്രണ്ട്ലി ഒരു അറ്റാച്ച്മെൻറ്റിലാണ് നമ്മൾ പോകുന്നത്. അതും നമ്മൾ അവസാനം വരെ നമ്മളത് സർവീസ് അവർക്ക് കൊടുത്തുകൊണ്ടാണ് പിന്നെ അവർ വരുമ്പോഴും അവർക്കിഷ്ടമുള്ള രീതിയിൽ തീർത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നതാണ്. അവരുടെ ഇഷ്ടം എന്താണ് അതിനുള്ളിൽ തീർത്ത് കൊടുക്കണം. പക്ഷേ അത് അറിയാവുന്നവരാണെങ്കിൽ, ഇപ്പോൾ ഒന്നും അറിയത്തില്ലാത്തവരാണെങ്കിൽ ഞങ്ങളായിരിക്കും ഫുൾ ഇൻവോൾവ് ആയിട്ട് ഞങ്ങൾ പറയും. അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അപ്രൂവൽ വാങ്ങിച്ചിട്ടാണ് നമ്മളത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് പ്രൊജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്.